അനുഗ്രഹീതമായി നല്ല പ്രഭാതം. മോർണിംഗ് മന്നായിലൂടെ ദൈവവചന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു. പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ നമ്മൾ അല്പമായിട്ട് പഠിക്കാനായിട്ട് പോവുക. ഇന്ന് തൊട്ട് നമ്മൾ ദൈവവചനത്തിൻ്റെ ഒരു അടുത്ത തലം സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി, ചരിത്ര പുസ്തകം, അത് കഴിഞ്ഞിട്ടുള്ള 21 ലേഖനങ്ങൾ, അടുത്തത് ഏകപ്രവചന ഗ്രന്ഥം. ആ 21 ലേഖനങ്ങളെ നമ്മൾ സമഗ്രമായിട്ട് ഇഴകീറി നമ്മൾ ശാന്തമായിട്ട് പഠിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എഫേസ്യ ദൈവമക്കൾക്ക്, എഫസോസിലുള്ള ദൈവമക്കൾക്ക് അവരുടെ ആത്മീക സമ്പത്തിൻ്റെ ആ ആധികാരികത അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിൽ അനവധി ആത്മീക സമ്പത്തുകൾക്ക് അവർ ഓഹരിക്കാരായിരുന്നെങ്കിലും, ഉടമകളായിരുന്നെങ്കിലും, ആ സമ്പത്തുകളെക്കുറിച്ച് ബോധമില്ലാതെ അഥവാ ബോധ്യമില്ലാതെ ഒരാത്മീയ പാപ്പരത്വത്തിൽ ഭിക്ഷാടകരെ പോലെ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് എഴുതുകയാണ് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്, സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച്. പൗലോസ് ഈ ലേഖനത്തിലെല്ലാം അതാണ് പ്രതിപാദിക്കുന്നത്. ഹല്ലേലൂയ. സ്വന്തമാക്കേണ്ടിയിരുന്ന പല ആത്മീക സമ്പത്തുകളും അന്യാധീനപ്പെടുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ പൗലോസ് അവർക്ക് എഴുതുകയാണ്, ഈ സമ്പത്തുകൾ നിങ്ങൾ കൈവശമാക്കുക. സ്വർഗീയ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളമായിട്ടുള്ള നന്മകളുണ്ട്, അത് നിങ്ങൾ ഓരോരുത്തരും കൈവശമാക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടെ പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് ലേഖനം ആരംഭിക്കുന്നു. ഈ ലേഖനത്തിനകത്ത് ഒത്തിരി ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മളെ സ്നേഹത്തോടെയുള്ള തിരഞ്ഞെടുപ്പ് നമുക്ക് പ്രധാനമായിട്ട് കാണുവാൻ കഴിയും. മോശ ആദിയെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ? നമുക്കറിയാം മോശ ആദി പറയുന്നത് എവിടെയാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ശലോമോൻ ആദിയെക്കുറിച്ച് പറയുന്നൊരു പദമുണ്ട്. തൻ്റെ വഴിയുടെ ആരംഭമായി ജ്ഞാനത്തെ നിർമ്മിച്ചെന്ന്. എന്നാൽ പൗലോസ് ആദിയെക്കുറിച്ച് പറയുന്നത് ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ ആ ദൈവത്തിൽ സ്നേഹത്തോടെ എന്നെ തിരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പല്ല, അതിനു മുമ്പല്ല, മോശ പറയുന്ന ആദിയിലല്ല, അതിനു മുന്നമേ, ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് എഫെസ്യ ലേഖനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. സമഗ്രമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. കുറച്ചുകൂടെ ഒന്ന് ആധികാരികമായിട്ട് ദൈവവചനം പഠിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാം. ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് ഈ എഫെസ്യ ലേഖനം അറിയപ്പെടുന്നത്. പലരും അത് പറഞ്ഞു പോകുമെങ്കിലും എന്തുകൊണ്ടാണ് അതറിയപ്പെടുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടില്ല. ലേഖനങ്ങളുടെ രാജ്ഞി എന്തുകൊണ്ടാണ് അതറിയപ്പെടുന്നത്? കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന മണവാട്ടി സഭയ്ക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. ആത്മാവിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ട് ഹല്ലേലൂയ ഈ ലേഖനം ഭയങ്കരമായിട്ട് ആഴമായിട്ട് എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം, ഇതാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹോളിനെസ് ബൈ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിലുള്ള വിശുദ്ധീകരണം, ഇതാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കൊരിന്ത്യ ലേഖനം നമ്മൾ പഠിക്കുവാണെങ്കിൽ സഭയ്ക്കകത്തെ ധാർമ്മിക മൂല്യച്യുതിയെ കണ്ടുകൊണ്ട് പൗലോസ് എഴുതുകയാണ്. വിശുദ്ധിയിൽ നിങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യതയിലെത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ എഫെസ്യ ലേഖനം എന്ന് പറയുന്നത് ക്രിസ്തു ശരീരമായിരിക്കുന്ന സഭയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. 6 അധ്യായങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കുവാണെങ്കിൽ 6 അധ്യായങ്ങളിൽ 1-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ നിവാസമാകുന്ന സഭ അല്ലെങ്കിൽ മന്ദിരമാകുന്ന സഭ. 3-ാമതായിട്ട് ദൈവത്തിൻ്റെ മർമ്മം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ പുതു മനുഷ്യൻ.
5-ാം അധ്യായത്തിൽ നിർമ്മല മണവാട്ടി, 6-ാം അധ്യായത്തിൽ ഒരു തരത്തിലും തോറ്റുകൊടുക്കാത്ത ആത്മീക പടയാളിയുടെ ആയുധങ്ങൾ. ഇങ്ങനെയാണ് നമുക്ക് ഈ എഫേസ്യ ലേഖനത്തെ നമുക്ക് തരംതിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഈ ദൈവവചന ഭാഗങ്ങൾ പഠിക്കും. നിങ്ങൾക്കിത് അനുഗ്രഹമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിശ്ചയമായിട്ട് നമുക്കിത് ഒരുമിച്ച് ചേർത്ത് പഠിക്കാം. സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ. മറക്കരുത്, സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയാം ആലയത്തിനകത്തെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. രക്തമാണ് അതിൻ്റെ വിലയായിട്ട് കൊടുത്തിരിക്കുന്നത്. വീണ്ടെടുപ്പാണ് ദൈവം അതിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ആ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് നാം എന്നുള്ള ബോധ്യത്തോടെ വേണം ഓരോ ദിവസവും ഈ ദൈവസഭയിൽ നമ്മൾ ജീവിക്കുവാൻ. എങ്ങനെയെങ്കിലും ജീവിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. മണവാട്ടി എങ്ങനെയാണോ മണവാളിന് വേണ്ടി ഒരുങ്ങുന്നത് അതുപോലെ ഒരുങ്ങി ജീവിക്കുവാൻ സർവകൃപാലുവായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. വ്യത്യസ്തമായൊരു ദൈവവചന പഠന പരമ്പര അങ്ങ് ഞങ്ങൾക്കായിട്ട് ഒരുക്കി തരുന്നല്ലോ. നന്ദി പറയുന്നു കർത്താവേ. ലേഖനങ്ങളുടെ ഈ ആധികാരികമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുവാൻ അവിടുന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. കൃപ ഞങ്ങളുടെ മേൽ അധികം പകരണമേ. വരും ദിവസങ്ങൾ കൂടുതലായിട്ട് ജനത്തിന് പറഞ്ഞു കൊടുക്കുവാൻ, ഈ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിവനെ സഹായിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളെ ചെയ്താട്ട് യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.